നമസ്കാരം, ഞാൻ വേണുഗോപാൽ, റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. കേരളത്തിലെ ഏറ്റവും വ്യാപകമായി നടക്കുന്ന ഓൺലൈൻ തട്ടിപ്പ് ഏതാണെന്നറിയോ? ലോൺ ആപ്പുകൾ. ആയിരക്കണക്കിന് കോടി രൂപയാണ് ഓരോ വർഷവും ഇത്തരത്തിൽ കേരളത്തിൽ നിന്ന് കടത്തിക്കൊണ്ടു പോകുന്നത്. സാധാരണക്കാരെയും പ്രത്യേകിച്ച് വീട്ടമ്മമാരെയും ടാർഗറ്റ് ചെയ്ത് വളരെ ആസൂത്രണപരമായി നടത്തുന്ന ഒരു തട്ടിപ്പാണിത്. നിങ്ങൾ ഒരു കാരണവശാലും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ലോൺ ആപ്പുകൾ ഓപ്പൺ ചെയ്താൽ അവർ നിങ്ങളെ വിളിക്കുകയും വളരെ ചാരുതയോടെ സംസാരിച്ച് നിങ്ങളുടെ വിശ്വാസം ആർജിച്ച് നിങ്ങളിൽ നിന്നും പണം തട്ടാൻ കഴിവും പ്രാപ്തിയും വിദ്യാഭ്യാസവുമുള്ള വിദഗ്ധരായ മലയാളികളെ ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. വീട്ടുവേല ചെയ്ത് കുടുംബം പുലർത്തുന്ന ഒരു വീട്ടമ്മ, 2 മക്കളാണ്, നല്ല നില പഠിക്കുന്നത്. അവർക്ക് പെട്ടെന്ന് കുറച്ച് പൈസയ്ക്ക് ആവശ്യമാണ്. അവർ വാട്സാപ്പിൽ ലോൺ ആപ്പ് തുറന്ന് വായിച്ചു, പിന്നീടൊന്നും ചെയ്തില്ല. പക്ഷേ പിറ്റേ ദിവസം അവർക്ക് കൃത്യമായി കോൾ വന്നു. എത്ര രൂപ ലോൺ വേണമെന്ന് ചോദിച്ചു. 1 ലക്ഷം എന്ന് അവർ പറഞ്ഞു. അവരോട് പറഞ്ഞ് ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം വീട്ടമ്മ അയച്ചു കൊടുത്തു. പിറ്റേ ദിവസം അവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ലോൺ സാങ്ഷൻ ആയിട്ടുണ്ട്, 2 EMI അഡ്വാൻസായിട്ട് അടച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരുമെന്ന് പറഞ്ഞു. അത് വിശ്വസിച്ചവർ 2 EMI ആദ്യം തന്നെ അടച്ചു കൊടുത്തു, 2882 രൂപ. പിറ്റേ ദിവസം അവർ വിളിച്ചു പറഞ്ഞു പ്രോസസ്സിങ് ചാർജും ടാക്സും അടയ്ക്കണമെന്ന് പറഞ്ഞു. അതും അടച്ചു. വീണ്ടും അവർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ സിബിൽ സ്കോറിൽ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് 10,000 രൂപ ട്രാൻസാക്ഷൻ കൂടെ നടത്തണം. 10,000 രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഞങ്ങൾ 1,10,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടോളാമെന്ന് പറഞ്ഞു. അത് വിശ്വസിച്ചവർ എവിടുന്നോ സംഘടിപ്പിച്ച് 10,000 രൂപ കൊടുത്തു. എന്നിട്ടും പണം വരാതെ വന്നപ്പോൾ അവർ വിളിച്ചു. അപ്പോൾ വീണ്ടും അവരെന്തൊക്കെയോ പറഞ്ഞ് പണം ആവശ്യപ്പെട്ടു. അപ്പോഴാണ് ആ വീട്ടമ്മയ്ക്ക് താൻ തട്ടിപ്പിനിരയായെന്ന് മനസ്സിലായത്. അടുത്ത കേസ് കുറച്ചുകൂടെ സീരിയസ് ആണ്. പണത്തിനാവശ്യം വന്നൊരു വീട്ടമ്മ പ്രോമിനൻ്റ് ഫണ്ട് എന്നൊരു ആപ്പ് തുറന്ന് ആപ്ലിക്കേഷൻ വെച്ച് 60,000 രൂപയ്ക്ക് അവരവരുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം മേടിച്ച ശേഷം 4,000 രൂപ വീട്ടമ്മയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു. 2 ദിവസം കഴിഞ്ഞ് അവരെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ സിബിൽ സ്കോർ പ്രശ്നമുള്ളതുകൊണ്ട് ലോൺ അനുവദിക്കാൻ നിർവാഹമില്ല, ഞങ്ങൾ അയച്ച പൈസയും 6,000 രൂപ പ്രോസസ്സിങ് ചാർജ് ഉൾപ്പെടെ 10,000 രൂപ തിരിച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞു. വീട്ടമ്മ പറഞ്ഞു അതൊന്നും നടക്കത്തില്ല, നിങ്ങളുടെ ഇട്ട പൈസ വേണം എടുത്തോളാൻ പറഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെയാണ് കുറച്ചുകൂടെ കർക്കശമായ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് വേണം ചെയ്തോളാൻ ഈ വീട്ടമ്മ പറഞ്ഞു. നിങ്ങൾ എന്ത് നടപടി എടുത്താലും ഞാൻ പൈസ ഒന്നും തരില്ലെന്ന് വീട്ടമ്മ പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞില്ല അവരുടെ വാട്സാപ്പിലേക്ക് അവരുടെ ഒരു മോർഫ് ചെയ്ത ചിത്രം അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഉടനെ പൈസ അയച്ചു തന്നില്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള ലിസ്റ്റിലുള്ള എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അവരാകെ പേടിച്ച് പരിഭ്രമിച്ച് എവിടുന്നോ സംഘടിപ്പിച്ച് 10,000 രൂപ അയച്ചു കൊടുത്തു. അതിനുശേഷം അവർ ഭർത്താവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഭർത്താവ് ഉടനെ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തു. കൃത്യസമയത്ത് കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ട് അവരുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാനും ആ വീട്ടമ്മയുടെ പൈസ തിരികെ മേടിക്കാനും സാധിച്ചു. കൂടാതെ പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ട് അവർ പിന്നെ വീട്ടമ്മയെ ശല്യമൊന്നും ചെയ്തില്ല. ഈ തട്ടിപ്പ് സംഘങ്ങളെല്ലാം ബീഹാറിലും ജാർഖണ്ഡിലുമൊക്കെയുള്ള സാധാരണ ഗ്രാമീണരുടെ അക്കൗണ്ടും സിം കാർഡും ഉപയോഗിച്ചാണ് ഇടപാട് നടത്തുന്നത്. ഈ ഗ്രാമീണർക്കാണെങ്കിൽ തങ്ങൾ ആർക്കാണ് ഈ സിം കാർഡും അക്കൗണ്ടും കൊടുത്തതെന്നും അറിയുകയുമില്ല. അതുകൊണ്ട് തന്നെ എളുപ്പത്തിലൊന്നും പോലീസിന് ഇവരിലേക്ക് എത്താൻ സാധിക്കത്തില്ല. ഈ കാരണങ്ങളാൽ പോലീസിലൊരു കംപ്ലയിൻറ്റ് കൊടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമെന്നില്ല. എന്നാൽ തട്ടിപ്പിനിരയാകുന്നവർ എത്രയും പെട്ടെന്ന് 1930 എന്ന സൈബർ എമർജൻസി നമ്പറിൽ വിളിച്ച് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്താൽ തട്ടിപ്പുകാർ കൊണ്ടുപോകുന്ന പണം അവരുടെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതിന് മുമ്പേ സൈബർ പോലീസിന് ആ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാനും നമ്മളുടെ പണം വീണ്ടെടുത്ത് തരാനും സാധിക്കും. അതുകൊണ്ട് 1930 എന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് വിളിച്ച് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുകയാണ് ഏറ്റവും നല്ല പരിഹാരം. 2 ലക്ഷം രൂപ ലോണിന് വേണ്ടി 1,48,000 രൂപ വരെ അടച്ച ഒരു സാധുവിൻ്റെ കഥയാണ് എൻ്റെ അടുത്ത വീഡിയോ. പക്ഷേ ഈ കേസിലേക്ക് നമ്മുടെ സൈബർ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. അവിടെ നിന്ന് നമുക്ക് കിട്ടിയത് ഞെട്ടിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായ വിവരങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതികളിലേക്ക് എത്താൻ ഏറെ ബുദ്ധിമുട്ടാണ് എന്ന് ഞാൻ പറഞ്ഞത്. അതിൻ്റെ വിശദമായ വീഡിയോയുമായി ഞാൻ ഉടൻ വരും. അത് കേൾക്കുന്നതിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇതെല്ലാവരിലേക്ക് എത്തുന്നതിന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.